ഹായ് ഹലോ നമസ്കാരം. മാപ്പ് റൈഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ പെരുമണ്ണ് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു പുഴയുണ്ട്. അവിടെ ഒരുപാട് മീനുകളുണ്ട്. അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയാണ് മീനൂട്ട് എന്ന് പറയുന്ന ആചാരമുണ്ട്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് മീനിൻ്റെ ഉള്ള തീറ്റയെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ മേടിച്ചിട്ട് പോകാം. അതിനൊരു ടൈമുണ്ട്. പക്ഷേ നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുറച്ചും കൂടെ നേരത്തെ വന്നായിരുന്നെങ്കിൽ നമുക്ക് അവിടുന്ന് തീറ്റയൊക്കെ മേടിച്ച് അപ്പുറം പോയി മീനിന് ഇട്ട് കൊടുത്തായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പോൾ ഉച്ച ടൈമാണ്. ഈ സമയത്ത് ഇവിടെ അടച്ചിട്ടാണുള്ളത്. എന്തായാലും നമുക്ക് മീനിനെ കാണാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോകാം. എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. തീറ്റ ഇല്ലാത്തതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം. ഓക്കെ. ഞങ്ങളിവിടെ ഒരു തണലിൻ്റെ ചോട്ടിൽ വണ്ടിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ മെല്ലെ അങ്ങ് നടന്നു പോവുകയാണ്. ഇപ്പോൾ അമ്പലത്തിൽ പൂജയുടെ സമയമല്ല, അതുകൊണ്ട് തന്നെ അമ്പലം അടച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തായാലും ഞങ്ങളൊന്ന് മീനിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട പൂജകളാണ് സ്വയംവര പൂജയും മീനൂട്ടും. ഒത്തിരിയേറെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഈ പെരുമണ്ണ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രം. ഇപ്പോൾ അമ്പലത്തിൽ പൂജയുടെ സമയമൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം അടഞ്ഞു കിടക്കുന്നു. എന്തായാലും നമ്മൾ ഈ അമ്പലത്തിനടുത്തേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തെ. നല്ല തണുപ്പോട് കൂടിയ ഒരു പ്രദേശമാണ്. ഈ മരത്തിൻ്റെ തണലും എല്ലാം കൂടെ ആയപ്പം നല്ലൊരു അനുഭവമാണ് ഇവിടെ. അതുപോലെ നമ്മൾ ഈ കാണുന്നിടത്തുനിന്നാണ് മീനിനുള്ള തീറ്റ മേടിക്കാനുള്ള ഒരു സ്ഥലം ഇവിടെയാണ്. ഇവിടെ പറഞ്ഞ പുഴ, ഇവിടെയാണ് ഒരുപാട് മീനുകളുള്ളത്. അപ്പം നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങി നോക്കിയിട്ട് വരാം. സുന്ദരവാസം. ഇതൊക്കെ നമ്മള് വീഡിയോ കണ്ടിട്ട് ഒരു ഫീലിംഗ് അല്ലടാ. എന്ത് രസമുള്ള സ്ഥലങ്ങൾ ഇവിടെയല്ല. ഇത് ശരിക്കും പുഴയാണ്. ഇത് ഇവിടെ ഈ മഴക്കാലത്തൊക്കെ നന്നായിട്ട് ഇവിടെ വെള്ളം കയറുന്ന ഒരു സ്ഥലം. പക്ഷേ ഈ സമയത്ത് മീൻ അവിടെ പോകുന്നത് നമുക്കറിയാം. പക്ഷേ ഈ വേനൽക്കാലത്ത് നമ്മളിവിടെ വന്നിട്ട് മീനിന് തീറ്റിട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് മീനുകൾ ഇവിടെ കാണാനാണ് നടക്കുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇറങ്ങിയത്. വെള്ളം പറന്ന് കിടക്കുന്ന കാണാൻ തന്നെ ഒരു സ്റ്റൈലാ. വഞ്ചിയാടെ അങ്ങേറ്റത്ത് കിടപ്പുണ്ട്. ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് അന്നപ്പുറം ഒന്ന് പോകാറുന്നല്ലേ. രാവിലെ ആ സമയത്തൊക്കെ ഉണ്ടാവും. മോനെ രസം. എടാ അവിടെ ഏതാണ്ട് പൊങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ജസ്റ്റ് എന്തൊന്ന് പൊങ്ങി. വല്ല മീൻ വല്ലതും ആണോ ഇനി? ഒരു മിനിറ്റ്. ആടാ മീൻ തന്നെ കേട്ടോ. നീ കല്ലെറിഞ്ഞാണോ നേരത്തെ അവൾ കണ്ടേ? നേരത്തെ കണ്ട മീൻ തന്നെ ആയിരിക്കും അല്ലേ? മീൻ തന്നെയാ. ഇടയ്ക്കിടയ്ക്ക് മീൻ ഇങ്ങനെ മുകളിലേക്ക് വന്ന് പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ തീറ്റയില്ല. തീറ്റ ഇല്ലാത്തതുകൊണ്ടായിരിക്കും കാണാൻ പറ്റുന്നത്. അങ്ങോട്ട് മീൻ മാറി നോക്കാം. ഇത് മാത്രം മീനല്ലേ? ഇതുണ്ടല്ലോ ഈ മഴക്കാലത്ത് ഇവിടെ മൊത്തം വെള്ളമാണ്. പക്ഷെ ആ സമയത്തൊന്നും ഇവിടെ മീനില്ല. ഇത് അത് കഴിഞ്ഞിട്ട് വേനക്കാണ് ഇവിടെ മീനുകളെല്ലാം എവിടെ പോകുന്നുള്ളതാണ് അറിയത്തില്ല. എവിടെയെങ്കിലും കയറിയിരിക്കും. എല്ലാം പതുക്കെ അവനങ്ങ് ഇറങ്ങും തീറ്റ തേടി അല്ലേ?
ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓളം കാണുന്നതെല്ലാം ഈ മീനാണ്. മീൻ വന്ന് വെട്ടിയിട്ട് തീറ്റയൊക്കെ എടുത്ത് പോകുന്നതാണ്. ഞങ്ങൾ വൈകുന്നേരം വന്നപ്പം തന്നെ അവിടെ ഞങ്ങൾ തീറ്റയൊക്കെ മേടിച്ചിട്ട് പിന്നെ വന്ന് ഞങ്ങൾ രണ്ടാമത് വന്നിട്ട് ആ തീറ്റയാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ആളുകൾ തോണിയെ കയറി ഒരു റൗണ്ട് കഴിഞ്ഞ് തിരിച്ച് വരുന്നുണ്ട്. വൈകുന്നേരം ഈ സമയത്താണ് ആ തോണിയെ കയറാൻ പറ്റുന്നത്. രാവിലെ ഈ വൈകുന്നേരവും ഉച്ച സമയത്തൊന്നും അവിടെ ആളില്ല. തോണിയെ കയറാനും മീനിനെ കാണാനും ഒക്കെ ആഗ്രഹമുള്ളവർ ഈ ടൈമിൽ വരുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഉച്ച സമയത്തൊന്നും വന്നാൽ അവിടെ കാണാൻ പറ്റില്ല. ഈ ചേട്ടനാണ് തോണി തുഴയുന്നത്. 40 രൂപയാണ് ഒരാൾക്ക് ഫീസ്. പക്ഷേ അതൊരു അധികമായിട്ടുള്ളൊരു ഫീസൊന്നും അല്ല. നമുക്ക് ആ ഒരു തോണിയിലൊരു യാത്രയിലും ഒക്കെ ഒരു ഭയങ്കര ഒരു രസമുള്ളൊരു അനുഭവം തന്നെയായിരിക്കും. ഞങ്ങളെന്തായാലും തോണിയെ കയറാൻ തീരുമാനിച്ചു. അവരിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ കയറി. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ബാലനാ? ഇവിടെ എത്ര വർഷമായിട്ടുണ്ട്? 5-6 കൊല്ലമായി അല്ലേ? സ്ഥിരം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടോ അവിടെ? ആ ആ, ഇവിടെ അടുത്ത് തന്നെ വീട്? ആ, ഇപ്പം നമ്മൾ പോകുന്നത് ഇങ്ങനെ പോയിട്ട് കറങ്ങി ഇങ്ങനെ പോരുവാ. ഈ മീന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ആ പ്രോപ്പർ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. ആ, ഈ മഴക്കാലത്തെ സമയത്ത് മീനുകൾ ഇവിടെ ഉണ്ടാവില്ലെന്ന് പറയുന്നത് ശരിയുണ്ടോ അത്? ആ അതല്ലേ. ആ ആ, ഓ അതല്ലേ. ആ